പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജിഷ്ണുവിന്റെ അമ്മയും ബന്ധുക്കളും അടക്കം ഡിജിപി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിരോധിത മേഖലയായ ഇവിടെ നിരാഹാര സമരം അനുവദിക്കാനാവില്ല എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. 5 പേർക്ക് ഡിജിപിയുമായി ചർച്ച നടത്താനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ 5 പേരല്ല, കൂടെ വന്ന മുഴുവൻ ആളുകളെയും ഇവിടേക്ക് കടത്തിവിടണമെന്നായിരുന്നു ജിഷ്ണുവിന്റെ ബന്ധുക്കൾ അടക്കമുള്ളവരുടെ ആവശ്യം. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഒപ്പം തന്നെ ജിഷ്ണുവിന്റെ അമ്മ മഹിജ പേരൂർക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പം മുൻപ് ജിഷ്ണുവിന്റെ അമ്മാവൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി ഡിജിപിയെ ഫോണിൽ വിളിച്ച് ഉടനെ തന്നെ ആശുപത്രിയിലെത്തി മഹിജയെ കാണാൻ നിർദ്ദേശം നൽകി. IG മനോജ് എബ്രാഹിം ആദ്യം ആശുപത്രിയിലെത്തി മഹിജയെ കാണും, അതിനുശേഷം DGPയും ഇവരെ കാണുമെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ പേരൂർക്കട ആശുപത്രിയിൽ നിന്നും ജിതിൻ ചേരുന്നുണ്ട്. ജിതിൻ, നേരത്തെ തന്നെ ജിഷ്ണുവിന്റെ അമ്മാവൻ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ DGP അടക്കമുള്ളവർ ഇവരുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമവായത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഒപ്പം തന്നെ സമരവുമായി മുന്നോട്ട് പോകണം എന്ന ഒരു നിലപാടിൽ തന്നെയാണോ ബന്ധുക്കൾ ഇപ്പോഴും ഉള്ളത്? സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ ശ്രീജിത്ത് അടക്കമുള്ളവർ ആവർത്തിച്ചത്. ഈ സാഹചര്യത്തിൽ ഇനി ഒരു അനുനയന ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിന് ഇവർ വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ തന്നെ മഹിജ അടക്കമുള്ളവരുമായി ചർച്ച നടത്താനായി പേരൂർക്കട ജില്ലാ ആശുപത്രിയിലേക്ക് എത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം റേഞ്ച് IG മനോജ് എബ്രാഹിം ഇവരുമായി കൂടിക്കാഴ്ച നടത്താനായി ആശുപത്രിയിലേക്ക് എത്തും. അപ്പോൾ സമരക്കാരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച ആദ്യ ഘട്ടം എന്ന രീതിയിൽ മനോജ് എബ്രാഹിം സംസാരിക്കും. തുടർന്നായിരിക്കും DGP ഇവരുമായി ചർച്ച നടത്താനെത്തുക. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ഇവർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP ഇങ്ങോട്ട് എത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സോമി, ഇപ്പോൾ SFI നേതാവ് വിജിൻ ഇപ്പോൾ IG മനോജ് എബ്രാഹിം പേരൂർക്കട ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരായാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നു. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. DGP നേരിട്ട് ഇവിടെ എത്തണമെന്ന്. ആദ്യം IG മനോജ് എബ്രാഹിം ആശുപത്രിയിലെത്തി മഹിജയെ കാണും, അതിനുശേഷം DGP ഇവിടെ എത്തി മഹിജയെ കാണുമെന്നാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന റിപ്പോർട്ട്. ഇപ്പോൾ SFI നേതാവ് വിജിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജിൻ, എങ്ങനെയാണ് ഈ ഒരു സ്ഥിതി വിശേഷത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇവിടെ ജിഷ്ണു പ്രണോയിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ സമരം ആരംഭിച്ച SFI തന്നെയായിരുന്നു. ഇന്നും SFIയുടെ ആവശ്യം ജിഷ്ണു പ്രണോയിയുടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അറസ്റ്റ് ചെയ്യണമെന്ന് SFI ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഈ അന്വേഷണ സംഘത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. ജിഷ്ണുവിന്റെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ആദ്യഘട്ടങ്ങളിൽ അതൃപ്തി പറഞ്ഞു. അപ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് പുതിയ കിരൺ നാരായണ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നത്. ആ അന്വേഷണം കൃത്യമായി നടത്തി കൃഷ്ണദാസിനെ 1-ാം പ്രതിയാക്കി സഞ്ജിത്തും അതുപോലെ തന്നെ ശക്തിവേലും പ്രവീണും ഉൾപ്പെടെയുള്ള തുടർന്നുള്ള ആൾക്കാരെ പ്രതികളാക്കിക്കൊണ്ട് കേസെടുക്കുന്നു. കൃഷ്ണദാസിനെ ഇന്നലെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. 2 ദിവസം കൊണ്ട് സഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. കൃത്യമായ രീതിയിൽ തന്നെ അതുപോലെ തന്നെ ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ശ്രമം ഉണ്ടാകുന്നു. പ്രവീണിന്റെയും ശക്തിവേലിന്റെയും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. ആ രീതിയിൽ കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും ഈ SFI കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിലോ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലോ ഗവൺമെന്റിലോ ഞങ്ങൾ ഒരു ഘട്ടത്തിലും അതൃപ്തി പറഞ്ഞിട്ടില്ല. ഇവിടെ ഇന്നുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പോലീസ് സംയമനം പാലിക്കണമായിരുന്നു. ആ രീതിയിൽ ഒരു അമ്മ സമരത്തിന് വരുമ്പോൾ ആ രീതിയിൽ കാണണമായിരുന്നു. പക്ഷേ DGPയുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തുമ്പോൾ ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തിയതാണ്. ഞങ്ങളെ ബാരിക്കേഡ് വെച്ച് തടയുക, DGPയുടെ ആസ്ഥാനത്തേക്ക് പോലും ആ രീതിയിൽ കടത്തിവിടാൻ പോലും ഞങ്ങളെ അനുവദിക്കാറില്ല. SP ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയാൽ സമാനമായ രീതിയിൽ തന്നെയാണ്. അപ്പൊ ആ രീതിയിലുള്ള കൈകാര്യം ചെയ്യൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മുൻകാലങ്ങളിലെ ഞങ്ങളുടെ ഉൾപ്പെടെ അനുഭവം. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഈ ജിഷ്ണു പ്രണോയിയുടെ കൊലപാതകത്തിനെതിരെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം.
അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും അന്വേഷണ സംഘം തന്നെയാണ് ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയത്. മറ്റാരുമല്ല, അന്വേഷണ സംഘം തന്നെയാണ് ജിഷ്ണപ്രണോയുടെ ഓഡിയോ ഉൾപ്പെടെ വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ 2 ദിവസം മുന്നെയാണ് പോലീസ് പുറത്തുവിട്ടത്. അതിന്റെ ഉൾപ്പെടെ അർത്ഥം അന്വേഷണം കൃത്യമായ ദിശയിൽ പോകുന്നു എന്ന് തന്നെയാണ്. ഞങ്ങൾ ആ രീതിയിൽ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവർ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. ഇത്തരം വിഷയങ്ങളിൽ പോലീസ് സംയമനം പാലിക്കണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ വരട്ടെ. ആരുടെ ഭാഗത്തുനിന്നാണ് പോരായ്മകൾ വന്ന് പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷിച്ച് ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് എസ്എഫ്ഐക്ക് പറയാനുള്ളത്. വിജിൻ, ഒപ്പം തന്നെ ഇവിടെ അതീവ സുരക്ഷാ മേഖലയിലെ സമരം അനുവദിക്കാൻ ആകില്ല. ഒപ്പം DGPയെ കാണാൻ ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ അടക്കം 5 പേർക്ക് അനുമതി നൽകിയിരുന്നു. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് തങ്ങളുടെ കൂടെ വന്ന മുഴുവൻ ആളുകളെയും അവിടേക്ക് കൊണ്ടുപോകണം, DGPയുമായി സംസാരിക്കാൻ അവസരം ഉണ്ടാക്കണം എന്നൊരു വാശി പിടിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്. ഒരിക്കലും ജിഷ്ണുവിന്റെ അമ്മയുടെ വികാരത്തെ വില കുറച്ച് കാണുകയോ അതിനെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഇതിന് ഇടയിൽ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ? അത്തരത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? തീർച്ചയായും അതിനെക്കുറിച്ച് ഉൾപ്പെടെ ഇവിടെ പരിശോധിക്കേണ്ടതായി വരികയാണ്. ഈ സംഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ജിഷ്ണപ്രണോയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ ഇപ്പോ ചില ആൾക്കാർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തലങ്ങും വിലങ്ങും ഓടുന്നത് ഞാൻ ചാനലിലൂടെ കാണുന്നുണ്ട്. ആദ്യ ദിവസം മുതൽ ജിഷ്ണപ്രണോയുടെ ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ കൃഷ്ണദാസ് ശ്രമം നടത്തിയപ്പോൾ ആദ്യഘട്ടം നമുക്കെല്ലാം അറിയാം, കൈരളി ചാനലാണ് ആദ്യമായി ജസ്റ്റിസ് ഫോർ ജിഷ്ണു എന്ന #, ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. അതിന്റെ പിറ്റേ ദിവസം രാവിലെ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ആ ക്യാമ്പസ് അടിച്ചു പൊളിക്കുന്നു. ആ ക്യാമ്പസ് അടിച്ചു പൊളിച്ചപ്പോഴാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ആ ക്യാമ്പസിന്റെ പേര് പോലും പറയേണ്ടായി വന്നത്. ആ ഘട്ടം മുതൽ ഇതുവരെയുള്ള എല്ലാ ഘട്ടത്തിലും ഏറ്റവും കൃത്യമായി ഇടപെടൽ നടത്തി ആ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്ത ഒരാളാണ് ഞാൻ. ഈ കേസുമായി ബന്ധപ്പെട്ട് ജിഷ്ണപ്രണോയുടെ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഈ ദിവസം വരെ കൃത്യമായി ഇടപെട്ടതാണ്. ഇന്ന് ചില കാപട്യ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഞാൻ കാണുകയാണ്. ഇവരൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദ്യം ഞാൻ ഈ ഘട്ടത്തിലൊന്നുമല്ല അതിനെക്കുറിച്ച് ചോദിച്ചു പോകുന്നില്ല. ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നുമില്ല. ഇവിടെ DGPയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അങ്ങനെയാണ്, സമരം നടത്തിയാൽ തടയും. ആ രീതിയിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ ആയാലും ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ DGPയുടെ ഓഫീസുകളിലേക്ക് നിശ്ചിത ആൾക്കാരെ മാത്രമേ ചർച്ചയ്ക്ക് വിളിക്കാറുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കാറ്. അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല, അതിൽ കൂടുതലായി പരിശോധിച്ച് പോകുന്നില്ല. പക്ഷെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, ലാഭമെടുക്കൽ ഇതിനകത്തുണ്ടോ എന്നുള്ളത് ഞാൻ ഒരു ഘട്ടത്തിലും ജിഷ്ണുപ്രണോയുടെ അമ്മയോട് അച്ഛനും, കാരണം ആ കുടുംബത്തിൽ 5-6 തവണ പോയി ആ അമ്മയ്ക്കും അച്ഛനും കൂടെ നിന്ന് ജിഷ്ണുപ്രണോയ്ക്ക് വേണ്ടി സമരം നേതൃത്വം കൊടുത്ത ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ആ അമ്മയെയും അച്ഛനെയും ഒരിക്കലും തള്ളി പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ സമരത്തെ മോശപ്പെടുത്തി ഒന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും സമരം നടത്താനുള്ള അധികാരമുണ്ട്. അതിന്റെ മുകളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അവരുടെ ആവശ്യം തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. കാരണം ജിഷ്ണപ്രണോയുടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ DGPയുടെ ഓഫീസുകളിലേക്ക് സമരം നടത്തുമ്പോൾ ചില രീതികൾ ഉണ്ടായിരുന്നു. ഞങ്ങളെയും ബാരിക്കേഡ് വെച്ച് വളരെ ദൂരത്ത് മീറ്ററുകൾക്ക് പുറത്തുനിന്ന് തടയുന്ന രീതി തന്നെയായിരുന്നു ഉണ്ടായത്. ഏതായാലും ഏത് ഭാഗത്തുനിന്നാണ് പോരായ്മകൾ വന്നത് എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാവുന്ന ഒരു വിഷയത്തിലേക്ക് കൂടി താങ്കളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ജിഷ്ണുപ്രണോയുടെ ബന്ധുക്കൾ DGP ഓഫീസിന് മുന്നിൽ നടത്താൻ സമരത്തിന് അതുമായി ബന്ധപ്പെട്ട ആ സംഘർഷത്തിൽ ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിച്ചത് തോക്കുസ്വാമി എന്ന് അറിയപ്പെടുന്ന ഹിമവൽ ഭദ്രാനന്ദ, ഒപ്പം തന്നെ SUCI നേതാവായിട്ടുള്ള മിനി എന്നിവരുടെ സാന്നിധ്യമൊക്കെ ബന്ധുക്കൾ എന്ന വ്യാജേന അവിടെ ഉണ്ടായിരുന്നു. ഇതിലെന്തെങ്കിലും അസ്വാഭാവികമായി കാണേണ്ടതുണ്ടോ? തീർച്ചയായും ഈ രീതിയിൽ വരികയാണെങ്കിൽ അതിന് അസ്വാഭാവികമായി കാണേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എസ്എഫ്ഐയുടെ ഭാഷ്യം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ല. കാരണം ഞാൻ ഇന്ന് തിരുവനന്തപുരത്തില്ല, കണ്ണൂർ ഞാൻ എസ്എഫ്ഐയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് എത്തി. ആ രീതിയിൽ അതിൽ ഗൗരവമായി തീർച്ചയായും ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു. ഇത്തരക്കാർ എന്തിന് ഇതിനകത്ത് കയറി കൂടുന്നു? ഞങ്ങൾ ഉൾപ്പെടെ എസ്എഫ്ഐ ഉൾപ്പെടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ജിഷ്ണുവിന്റെ കുടുംബം ആലോചിച്ചതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള അവർ കുടുംബം ആ രീതിയിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ആ രീതിയിലാണ് ആ സമരത്തെ നമ്മളും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരക്കാർ ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷണ വിധേയമാക്കണം, അതുൾപ്പെടെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇവർ എന്തിന് ഇത്തരത്തിൽ കടന്നുകൂടി ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് പരിശോധിക്കും. കാരണം ഈ സമരം തുടങ്ങിയ ഘട്ടം മുതൽ കേൾക്കാത്ത പേരുകളാണ് ഇപ്പോൾ കേട്ടത്. ഈ സമരം തുടങ്ങിയ ഘട്ടം മുതൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത 2 പേരുകൾ ഈ ഘട്ടത്തിൽ കടന്നു വരുന്നു എന്നുള്ളതും വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ ഇവരാരെയും കണ്ടിട്ടില്ല.
ആദ്യം മുതൽ സമരം നടത്തിയ SFI എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഞങ്ങൾ ഇന്നും ഞങ്ങൾ ആ മുദ്രാവാക്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവരെ ആരെയും ഞങ്ങൾ ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല. ഇത്തരം പേരുകൾ, ഇത്തരം സാന്നിധ്യങ്ങൾ വരുന്നുവെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്ത് പരിശോധിച്ചു പോകണം. അതിനെക്കുറിച്ച് ഉൾപ്പെടെ അന്വേഷിക്കണം. ചില താല്പര്യങ്ങളുണ്ട്. അവിടുത്തെ സംഭവത്തിനെ പറ്റിയുണ്ട്. ഇവിടുത്തെ സംഭവം, രണ്ട് സംഭവം DGP വരുന്നുണ്ട്. ഇവിടുത്തെ കംപ്ലൈൻസ് പറഞ്ഞാൽ അത് കാര്യം നമ്മൾ അന്വേഷിക്കും, കുഴപ്പമില്ല. മ്യൂസിയം SIന്റെ കാര്യമാണ് പറയുന്നത്. അവർ SIന്റെ കാര്യമാണ് പറയുന്നത്. ആ SIന്റെ കാര്യം അവർ പറയുന്ന കാര്യം വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം വെച്ച് ഒരു അന്വേഷണം ഇന്ന് തന്നെ നടത്തിയിട്ട് അതിന്റെ ഉചിതമായ നടപടിയെടുക്കും. അത് ഞാൻ പറഞ്ഞ അന്വേഷിക്കുന്നു. അത് അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇല്ലില്ല, ആരും കസ്റ്റഡിയിലില്ല. ഇപ്പോൾ അവരെ റിമൂവ് ചെയ്തു, അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ. IG മനോജ് എബ്രഹാം ആശുപത്രിയിൽ, പേരൂർക്കട ആശുപത്രിയിൽ എത്തി ജിഷ്ണുവിന്റെ മാതാവ് മഹിജയെ കണ്ടു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഉചിതമായ നടപടി എടുക്കും എന്നാണ് ഇപ്പോൾ IG മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അല്പസമയത്തിനകം DGPയും ഇവിടേക്ക് എത്തുമെന്നും IG പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ പേരൂർക്കട ആശുപത്രിയിൽ നിന്ന് തന്നെ ചേരുന്നുണ്ട്. ജിതിൻ, ഇപ്പോൾ IG മനോജ് എബ്രഹാം ആശുപത്രിയിലെത്തി മഹിജയെ കണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പേരൂർക്കട ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. IG മനോജ് എബ്രഹാം അവിടെ എത്തി ജിഷ്ണുവിന്റെ മാതാവ് മഹിജയെ സന്ദർശിച്ചു. ജിതിൻ, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്വാമി, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം റേഞ്ച് IG മനോജ് എബ്രഹാം അല്പസമയം മുമ്പ് മഹിജയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അദ്ദേഹം നമ്മോട് പറഞ്ഞത് ഇവരുടെ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നതാണ്. ഇപ്പോൾ ഇവർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലല്ല ഉള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും DGP തന്നെ ഇവരുമായി ചർച്ചയ്ക്ക് എത്തുമെന്ന വിവരവും മനോജ് എബ്രഹാം നമ്മോട് പങ്കുവെക്കുകയുണ്ടായി. നിലവിൽ പോലീസ് കായികമായി ഇവരെ നേരിട്ടു. മ്യൂസിയം SI ഇവരെ മർദ്ദിച്ചു. മഹിജയെ ചെവിട്ടി തുടങ്ങിയ പരാതികളാണ് മഹിജ മനോജ് എബ്രഹാമിനോട് പറഞ്ഞത്. തങ്ങൾക്ക് വലിയ മർദ്ദനം വെക്കുന്ന അവസ്ഥ ഉണ്ടായി എന്ന് മഹിജ മനോജ് എബ്രഹാമിനോട് പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. അത്തരത്തിലുള്ള കായികമായ മർദ്ദനങ്ങൾ അവിടെ നടന്നു എന്നത് അന്വേഷിക്കുമെന്ന് മനോജ് എബ്രഹാം വ്യക്തമാക്കിയിരിക്കുന്നു. ഇവരുടെ പരാതികളെല്ലാം തന്നെ പരിഗണിക്കും. ഇവ നേരിട്ട് കേൾക്കാനും ചർച്ച ചെയ്യാനുമായി DGP ലോക്നാഥ് ബെഹ്റ തന്നെ അല്പസമയത്തിനകം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് മനോജ് എബ്രഹാം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മനോജ് എബ്രഹാം ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം DGPയുമായി ആശുപത്രിയിൽ നിന്ന് തന്നെ ഫോണിൽ DGPയുമായി ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മനോജ് എബ്രഹാം എന്തായാലും മടങ്ങിപ്പോയിരിക്കുന്നു. അതേസമയം തന്നെ പേരൂർക്കട ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ സംഘർഷഭരിതമായ അന്തരീക്ഷമാണുള്ളത്. BJP പ്രവർത്തകരും ഒപ്പം KSU പ്രവർത്തകരും പ്രതിഷേധ മാർച്ചായി ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DGP വന്നാൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസും പ്രവർത്തകരും തമ്മിൽ അല്പസമയം മുമ്പ് വരെ ഉന്തും തള്ളലുമെല്ലാം ഉണ്ടായി. ഇപ്പോൾ അത് തുടരുകയാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ അടിയന്തരമായ അനുനയന ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുമായി ഫോണിൽ ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മുന്നോടിയായാണ് ആദ്യഘട്ടമായാണ് തിരുവനന്തപുരം റേഞ്ച് IG മനോജ് എബ്രഹാം മഹിജയുമായി അല്പസമയം മുമ്പ് കൂടിക്കാഴ്ച നടത്തിയത്. ഇനി അല്പസമയത്തിനകം തന്നെ DGP ലോക്നാഥ് ബെഹ്റയും ആശുപത്രിയിലേക്ക് എത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സോമി, ശരി ജിതിൻ, ജിതിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ SFI നേതാവ് വിജിൻ നമുക്കൊപ്പം തന്നെ തുടരുന്നുണ്ട്. വിജിൻ, ഇവിടെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് IG എത്തി മഹിജയെ കണ്ട് അവരുടെ പരാതികൾ കേട്ടു. അല്പസമയത്തിനകം തന്നെ DGP എത്താൻ ഒരുങ്ങുന്നു. അവിടെ ഇപ്പോൾ KSU പ്രവർത്തകരും BJP പ്രവർത്തകരും അടക്കമുള്ളവർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ഈ അവസരത്തിൽ? ഇവിടെ തീർച്ചയായും ഏതായാലും IG ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അന്വേഷിക്കും. പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച പറ്റിയത് അതിനെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കണം. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പോരായ്മകൾ ആ രീതിയിൽ പരിശോധിക്കുമെന്ന് തന്നെ ഇവിടെ ബന്ധപ്പെട്ടവർ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഈ ജിഷ്ണു പ്രണോയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് SFI ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൊലയാളികൾ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്ന് തന്നെയാണ്.
അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണമെന്ന് SFI പറയുമ്പോഴും ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ പോലീസ് സംവിധാനത്തിലോ ഈ ഗവൺമെന്റ് സംവിധാനത്തിലോ അതൃപ്തി അറിയിച്ചിട്ടില്ല. കാരണം അന്വേഷണം കൃത്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെടുത്തു നോക്കിയാൽ ആദ്യമായിട്ടാണ് സ്വാശ്രയ മുതലാളി, അതും ഇത്രയും വലിയൊരു മുതലാളിയെ കേസിൽ പ്രതിയേർത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതിനും ജയിലിലടക്കുന്ന പോലും തയ്യാറായിട്ടുള്ളത്. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ഒരു ഗവൺമെന്റ് പോലും ഈ ആർജവം കാണിച്ചിട്ടില്ല. ഇവിടെ കൃഷ്ണദാസിന് 1-ാം പ്രതിയാക്കുന്നു, സഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പ്രതികളായി വരുന്നു. ഒരു ഘട്ടത്തിലും അവരെ രക്ഷിക്കുന്ന നിലപാട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷേ 2 വിധികൾ, ഹൈക്കോടതിയുടെ 2 വിധികൾ, അത് ദൗർഭാഗ്യകരമായിരുന്നു. ഒന്ന് മുൻകൂർ ജാമ്യം കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു പരാമർശം, ഇവിടെ ഷഹീൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ കൃഷ്ണദാസിന് വേണ്ടി ഒരു ജഡ്ജി തന്നെ പ്രത്യക്ഷത്തിൽ ഇടപെടുന്ന കാര്യം കേരളം കണ്ടു. ഞാൻ അതിൽ വിശദമായി കടന്നു പോകാത്തത് എന്തെങ്കിലും അധികമായി പറഞ്ഞു പോയാൽ അപ്പോൾ കോടതി ലക്ഷ്യമാകും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ അത്തരത്തിൽ ഇടപെടലുകൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും ഈ കേസിൽ ദൗർഭാഗ്യകരമായി നാം കാണേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നു. കേരളത്തിലെ ഗവൺമെന്റ് തന്നെയാണല്ലോ സുപ്രീം കോടതിയിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിന് പോകാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. അവിടെ സുപ്രീം കോടതി പക്ഷേ കേസ് ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ കേസ് തള്ളുകയായിരുന്നു. കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം കൊടുത്തു. എന്നിട്ട് പോലും ഇന്നലെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നു. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തും ചോദ്യം ചെയ്തു ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ വിട്ടയക്കേണ്ടതായി വരുന്നു. 2 ദിവസം കൊണ്ട് സഞ്ജിത്തിനെ പിടികൂടുമെന്ന് പറയുന്നു. ആ രീതിയിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇതെല്ലാം ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് SFI കാണുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ നടത്തണമെന്നാണ്. ഇത് പറയുമ്പോൾ നീക്കം നടത്തുന്നില്ല എന്ന് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ASPയുടെ നേതൃത്വത്തിൽ, കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും ജിഷ്ണുവിന്റെ കുടുംബം പോലും ഒരു പോരായ്മയും പറഞ്ഞിട്ടില്ല, ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. നേരത്തെ പറഞ്ഞതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ഈ സമരത്തിന്റെ ഭാഗമായി കേൾക്കാത്ത, ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെടാത്ത ചില പേരുകൾ, ചില ആളുകൾ ഇത്തരം സമരത്തിനകത്ത് കടന്നുകൂടി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന കൂടി ഇതിനകത്ത് നടത്തണം. ജിഷ്ണുവിന്റെ അച്ഛനും അമ്മയും നടത്തുന്ന സമരം, ആ സമരത്തെ ഒരിക്കലും മോശപ്പെടുത്തിയല്ല SFI ഇടപെടുന്നത്. ആ സമരത്തിന്റെ വൈകാരികതയെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഞങ്ങൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജിഷ്ണു പ്രണോയിയുടെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യണം. അതുവരെ ആ രീതിയിൽ SFI എന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അതിനകത്ത് വേണ്ടുന്ന ഇടപെടലുകൾ സമരങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കുക. തീർച്ചയായിട്ടും വിജിൻ, മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വികാരം എങ്ങനെയാണ്, ആ വികാരത്തെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയാണ്. ഒരിക്കലും മഹിജയുടെ സമരത്തെ, അവരുടെ ആവശ്യത്തെ ഒരിക്കലും വില കുറച്ച് കാണുകയല്ല. ഒപ്പം തന്നെ സ്വാശ്രയ മേഖലയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തടക്കം സ്വാശ്രയ മേഖലയിൽ കടന്നുകൂട്ടിയിട്ടുള്ള പല ജീർണതകളെയും പുറത്തു കാണിക്കുന്ന ഒരു സമരത്തിന് കൂടിയാണ് ജിഷ്ണു പ്രണോയിയുടെ മരണം നമ്മളെ കൊണ്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായും പറഞ്ഞാൽ ജിഷ്ണു പ്രണോയ് ഒരു പ്രതീകം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു DCP ആയിരിക്കും. ആരും കസ്റ്റഡിയിലില്ല. നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. കുറച്ചുപേരെ AR ക്യാമ്പിൽ കൊണ്ടുപോയി, കുറച്ചുപേരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ആരും കസ്റ്റഡിയിലില്ല ഈ കേസിൽ. ഇല്ല, അവരെ വിട്ടു. 3 മണിക്കൂർക്ക് വേണ്ടി നമ്മുടെ കേരള പോലീസ് ആക്ട് പ്രകാരം 3 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് നീക്കം ചെയ്യാം. 3 മണിക്കൂറിനുള്ളിൽ വിട്ടയക്കാം. ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു കേസും ഇല്ല. നമ്മൾ നിയമപരമായിട്ടല്ല, നമ്മുടെ ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് ആരും ജാഥ നടത്താൻ പാടില്ല. DGP ആർക്കും സമയത്തും കാണും. DGP ഇരിക്കുന്നതിന് പരാതി കേൾക്കാനും അതിന്റെ പരിഹരിക്കാനുമാണ്. DGP ആർക്കും. പക്ഷെ എന്താ എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സാണ്. അവിടെ ഒരു സെക്യൂരിറ്റി കാര്യങ്ങൾ നടത്താൻ പാടില്ല. അത് വേണ്ട, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ ജാഥ നമ്മൾ സമ്മതിക്കില്ല. പക്ഷെ ആർക്കും പോയി പരാതി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അത് ഒരു സമയത്തും പോലീസ് തടയത്തില്ല. എല്ലാ പെർമിഷൻ വെച്ചിട്ട് നടത്തുന്നത്. അപ്പൊ ആര് പെർമിഷൻ കൊടുക്കും. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. IG മനോജ് ഇബ്രാഹിം മാധ്യമങ്ങളെ കാണുകയാണ്.
DGP അല്പസമയത്തിനകം പേരൂർക്കടയിൽ ആശുപത്രിയിലെത്തി ജിഷ്ണുവിന്റെ മാതാവിനെ കാണും. IG ഇപ്പോൾ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത് എല്ലാവരെയും വിട്ടയച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയിലേക്ക് സമരം നടത്താൻ അനുവദിക്കില്ല. അത്തരത്തിലുള്ള കൃത്യമായ ഒരു നിയമത്തിന്റെ ഭാഗമായി മാത്രമാണ് അവരെ നീക്കിയത്. അതിന് അപ്പുറത്തേക്ക് DGPയെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ DGP പേരൂർക്കട ആശുപത്രിയിലെത്തി ജിഷ്ണുവിന്റെ മാതാവിനെ സന്ദർശിക്കും. ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ പേരൂർക്കട ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിതിൻ, IG മനോജ് എബ്രാഹിം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. കൃത്യമായി തന്നെ അവിടെ സംഭവിച്ച വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. DGP എപ്പോഴായിരിക്കും ഇവിടേക്ക് എത്തുക? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സോമി, സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ അടക്കമുള്ളവരുമായി ചർച്ച നടത്താനായി അല്പസമയത്തിനകം തന്നെ പേരൂർക്കട ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് മനോജ് എബ്രഹാം ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. മനോജ് എബ്രഹാം നേരത്തെ മഹിജയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അവരുടെ പരാതികളെല്ലാം തന്നെ അദ്ദേഹം കേട്ട് കഴിഞ്ഞു. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് DGP ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തിരുവനന്തപുരം DCP അവരുടെ പരാതികൾ അന്വേഷിക്കും. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന പരാതിയാണ് മഹിജ IG മനോജ് എബ്രഹാമിന് മുന്നിൽ പങ്കുവച്ചത്. അത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് അദ്ദേഹം മഹിജയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അറിയിക്കുകയുണ്ടായത്, നേരത്തെ ഈ സമരക്കാരെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് എന്ന ആരോപണം നേരത്തെ ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുകയുണ്ടായി, ആരോപിക്കുകയുണ്ടായിരുന്നു. ആരും തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലല്ല എന്നാണ് മനോജ് എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. AR ക്യാമ്പിൽ കൊണ്ടുവന്നിരുന്നവരെയും ഇപ്പോൾ വിട്ടുകഴിഞ്ഞു. ഒപ്പം ഇപ്പോൾ ആശുപത്രിയിലുള്ളവർ മാത്രമാണുള്ളത്. അല്ലാതെ അവരും കസ്റ്റഡിയിലല്ല. ഇത്തരത്തിൽ ആരും നിലവിൽ പോലീസ് കസ്റ്റഡിയിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും പോലീസ് മർദ്ദിച്ചു എന്ന ജിഷ്ണുവിന്റെ അമ്മയുടെ അടക്കമുള്ള പരാതിയിൽ DCP അന്വേഷണം നടത്തും. അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു എന്ന് താനും പരിശോധിക്കുമെന്നും മനോജ് എബ്രഹാം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി ഫോണിൽ DGPയുമായി നേരിൽ ബന്ധപ്പെട്ട ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും അല്പസമയത്തിനകം തന്നെ അനുനയന ചർച്ചകൾക്കായി മഹിജയെ കാണാനായി പേരൂർക്കട ജില്ലാ ആശുപത്രിയിലേക്ക് എത്തും. അല്പസമയം മുമ്പ് വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് ജിഷ്ണുവിന്റെ അമ്മയും ബന്ധുക്കളും കൈക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി പോലീസ് നടത്തുന്ന അനുനയന ചർച്ചയിൽ ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നേരത്തെ ജിഷ്ണുവിന്റെ അമ്മാവൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത് സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ DGP ഈ വിഷയത്തിൽ ഇടപെടാനായി മഹിജയുമായി ചർച്ച നടത്താനായി അല്പസമയത്തിനകം തന്നെ പേരൂർക്കട ജില്ലാ ആശുപത്രിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും സമരത്തിന്റെ ഗതി എത്തരത്തിലായിരിക്കും എന്ന് പറയാനാവുക. ഒപ്പം തന്നെ പേരൂർക്കട ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളും അരങ്ങേറുകയാണ്. BJP, കോൺഗ്രസ്, KSU പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചായി ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മുന്നിലെത്തിയത്. പോലീസുമായി ഒട്ടേറെ സമയം ഒരു സംഘർഷാവസ്ഥ ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടാവുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ BJP ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ നടത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിതിൻ, അല്പസമയത്തിനകം തന്നെ DGP ഇവിടെ എത്തി ജിഷ്ണുവിന്റെ മാതാവിനെ കാണും. എങ്കിൽ പോലും നേരത്തെ ജിഷ്ണുവിന്റെ അമ്മാവൻ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരു സമവായത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതുതന്നെയാണ് ഇനി അറിയാനുള്ളത്. പോലീസിനെതിരെ ശക്തമായ നിലപാടാണ് നേരത്തെ ജിഷ്ണുവിന്റെ അമ്മയും അമ്മാവൻ ശ്രീജിത്തും അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നത്. പോലീസ് കൃഷ്ണദാസിന്റെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നു എന്നടക്കം ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ ശ്രീജിത്ത് മാധ്യമങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നതും മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലും പോലീസ് വലിയ ഉദാസീനത കാണിക്കുന്നു. കേസ് അന്വേഷണത്തിൽ പോലീസ് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ആദ്യം മുതൽ തന്നെ ജിഷ്ണുവിന്റെ അമ്മ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നത്. ആ ആരോപണം ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ സമരത്തിനായി ഇങ്ങോട്ട് എത്തിയിരുന്നതും. നേരത്തെ 2 തവണ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ കൃഷ്ണദാസിനെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യം പോലീസിന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം മോചിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ നാടകം കളിക്കുകയാണ് എന്ന ആരോപണം ജിഷ്ണുവിന്റെ അമ്മ ശക്തമാക്കിയത്. അത് ഉന്നയിച്ചുകൊണ്ടാണ് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം നടത്താനായി അവർ മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളുമായി ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് ഇക്കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. പോലീസ് നാടകം കളിക്കുകയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ശ്രീജിത്ത് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്തായാലും ഇനി സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇവരോട് ചർച്ചയ്ക്ക്
ചർച്ചയ്ക്കായി എത്തുമ്പോൾ ഇതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ തയ്യാറാകുമോ എന്നാണ് അറിയാനിരിക്കുന്നത്. സമരത്തിൽ നിന്ന് പിന്നാക്കം പോകുവാൻ ഇവർ, സമരം ഒഴിവാക്കുവാൻ ഇവർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ സമരത്തിനായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ DGP നിങ്ങളുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന കാര്യം മ്യൂസിയം CI ജിഷ്ണുവിന്റെ അമ്മയടക്കമുള്ളവരെ അറിയിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് തങ്ങൾക്ക് എല്ലാവർക്കും ചർച്ച നടത്തണം, ചർച്ച നടക്കുമ്പോൾ തന്നെ സമാന്തരവുമായി തങ്ങൾ സമരവും നടത്തുമെന്ന നിലപാടാണ് ആ സമയത്ത് സമരക്കാർ കൈക്കൊണ്ടിരുന്നത്. 5 പേരെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എല്ലാവർക്കും DGPയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം നൽകണമെന്നാണ് സമരക്കാർ ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് 6 പേരെ വരെ ചർച്ചയ്ക്കായി പ്രവേശിപ്പിക്കാം പോലീസ് ആസ്ഥാനത്തേക്ക് എന്ന് പോലീസ് നിലപാടെടുത്തെങ്കിലും തങ്ങൾക്ക് എല്ലാവർക്കും പോലീസ് ആസ്ഥാനത്തേക്ക് പ്രവേശിക്കണം എന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് നിരോധിത മേഖലയായ പോലീസ് ആസ്ഥാനത്തിന് സമീപത്തേക്ക് ഇവരെത്തുന്നത് തടയേണ്ട സാഹചര്യം ഉണ്ടായത്. അത് തടഞ്ഞപ്പോഴും തങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശിക്കണമെന്ന നിലപാട് സമരക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ഇവരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അനുസരിച്ചുകൊണ്ട് പോലീസ് മേധാവി തന്നെ ഇവരുമായി ചർച്ച നടത്താനായി തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ഈ ചർച്ചയിൽ ഇനിയൊരു സമവായം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ഒടുവിലായി അറിയേണ്ടിയിരിക്കുന്നത്. സമരത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ DGP നൽകുന്ന ഉറപ്പുകൾ അടിസ്ഥാനമാക്കി ഇവർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. നേരത്തെ ഒരു വേള 2 ആഴ്ച മുമ്പ് പോലീസ് ആസ്ഥാനത്ത് സമരം നടത്താനായി ജിഷ്ണുവിന്റെ അമ്മ എത്താൻ പുറപ്പെട്ടിരുന്നു. അന്ന് കൃഷ്ണദാസിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും മറ്റ് പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും DGP ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പിനെ തുടർന്നാണ് അന്നത്തെ സമരം അവർ പിൻവലിച്ചിരുന്നത്. എന്നാൽ പിന്നീടും മറ്റു പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ജിഷ്ണുവിന്റെ അമ്മ ഇന്ന് പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് സമരത്തിനായി എത്തിയിരുന്നത്. എന്തായാലും വീണ്ടും DGP ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ ഇനി ഒരു സമവായത്തിന് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് അറിയാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ജിതിനിലേക്ക് തിരികെ എത്താം. IG മനോജ് എബ്രാഹിം പേരൂർക്കട ആശുപത്രിയിലെത്തി ജിഷ്ണുവിന്റെ മാതാവ് മഹിജയെ സന്ദർശിച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് ഉള്ള മഹിജയുടെ പരാതികളിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകി. അല്പസമയത്തിനകം തന്നെ DGPയും ഇവിടേക്ക് എത്തും. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. അതിലേക്ക് തിരികെ എത്താം.